ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലെ 22-ാം അധ്യായത്തിലെ 62-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു, അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പശ്ചാത്താപത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തില് ഒരു കഥയാണ്. മാലാഖമാർക്കായിട്ട് നടത്തിയ ഒരു മത്സരത്തെ കുറിച്ച് ഒരു കഥ. ദൈവം പറഞ്ഞു, എല്ലാ മാലാഖമാരോടും പറഞ്ഞു, ഭൂമിയിൽ പോയിട്ട് ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും വിശിഷ്ട രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഒരു കൊച്ചു മാലാഖ ഒരു കുഞ്ഞു കുപ്പിയിൽ കുറച്ച് ജലം കൊണ്ടുവന്നു. അത് ഏറ്റവും പ്രഷ്യസ് ആയിരുന്നു ദൈവത്തിന് മുമ്പിൽ. ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ മെയ്നീർത്തുള്ളികളായിരുന്നു അത്. ഒരു ആത്മാവിന്റെ വിലയുള്ളതിനാൽ ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ ശ്രേഷ്ഠത അതിനുണ്ടെന്ന് ദൈവം വിലയിരുത്തി. അതാണ് കഥ. ഗ്രീക്കിലെ തേഷ്വ എന്ന പദത്തിൽ നിന്നാണ് റിപ്പൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഉൽപ്പത്തി, വാക്കിൻ്റെ നിഷ്പത്തി, അല്ലെങ്കിൽ തിരികെ വന്നു മറുപടി കൊടുക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം റിപ്പൻറ്റ് ചെയ്യുക. കാത്തിരിക്കുന്ന ദൈവസ്നേഹത്തിന് തിരികെ വന്ന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണ് പശ്ചാത്താപം. ഈ തിരിച്ചുവരവിനെയും വീണ്ടും വിചാരത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മനസ്താപം. താപം എന്ന വാക്കിന് ചൂട് എന്ന ഒരു അർത്ഥമുണ്ട്. ചൂട് എന്നല്ലാതെ ദുഃഖം എന്ന മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ മനസ്തപിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് ദുഃഖിക്കുന്നു എന്നാണ് അർത്ഥം. ആത്മാവിൻ്റെ വേദനയെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ് അനുതാപം. അനു പ്ലസ് താപം, അതാണ് അനുതാപം. അനു എന്ന പദത്തിൻ്റെ അർത്ഥം കൂടെ എന്നാണ്. അപ്പോൾ ഞാൻ അനുതപിക്കുന്നു ദൈവമേ എന്ന് ഒരുവൻ പറയുമ്പോൾ ഞാൻ കൂടെ ദുഃഖിക്കുന്നു ദൈവമേ എന്നാണ് അയാൾ പറയപ്പെടുന്നത്. അതാണ് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തി പറയുന്നത്. ആരുടെ കൂടെയാണ് ദുഃഖിക്കേണ്ടത്? നമ്മുടെ പാപങ്ങളെ ഓർത്തും ആത്മാവിൻ്റെ മോശമായ അവസ്ഥയെ ഓർത്തും ദുഃഖിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തിയാൽ മതി. നിങ്ങൾ അനുതപിക്കുന്നില്ലെങ്കിൽ എൻ്റെ ആത്മാവ് കരയും. ജെറമിയ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ അനുതപിക്കുന്നില്ലെങ്കിൽ എൻ്റെ ആത്മാവ് കരയും. അവർ പാപം ചെയ്ത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഏശയ്യ 63-10-ാം തിരുവചനത്തിൽ പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫെസ്യർ 4-ാം അധ്യായത്തിലെ 3-ാം തിരുവചനത്തിൽ പറയുന്നു. തുടങ്ങിയ തിരുവചനങ്ങൾ ചേർത്ത് വെച്ച് വായിച്ചാൽ ആരാണ് പാപിയായ മനുഷ്യനെ പ്രതി ഏറ്റവും അധികം ദുഃഖിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ പിതാവ് തന്നെയാണ്. അതെ, ധൂർത്തപുത്രനെ കാത്ത് വഴികണ്ണിയിലേക്ക് കണ്ണിട്ടിരിക്കുന്ന പിതാവിൻ്റെ കഥ യേശു വരച്ചു കാണിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. തിരികെ വന്ന് അവിടുത്തെ നെഞ്ചില് ചാരിക്കിടന്ന് അകന്നു പോയതിൽ മാപ്പ് ചോദിച്ച് വിതുമ്പി കരയുന്നതാണ് അനുതാപം. കത്തോലിക്ക സഭയില് കൂദാശകളിൽ പലതരം തൈലം പ്രസാദപരത്തിന് അടയാളമായി ഉപയോഗിക്കാറുണ്ട്. അനുരഞ്ജന കൂദാശിയിൽ പക്ഷേ പ്രത്യക്ഷമായിട്ട് ഒരു അടയാളവും ഉപയോഗിക്കുന്നില്ല. എന്നാൽ കുംസാരം വാസ്തവമാകണമെങ്കിൽ അദൃശ്യമായ ഒരു തൈലം ആത്മാവിനേറ്റ പാപമുറിവുകളിൽ പുരട്ടേണ്ടതുണ്ട്. 2 ചേരുവകൾ ചേർത്താണ് ആത്മാവിന് സൗഖ്യമായ ഒരു പരിശുദ്ധ തൈലം ഉണ്ടാക്കേണ്ടത്. ഒന്ന്, രക്ഷകനായ ഈശോ പാപിക്ക് വേണ്ടി കുരിശിലൊഴുക്കിയ അമൂല്യമായ അവിടുത്തെ തിരുരക്തമാണ്. പാപമോചനത്തിനായി ഒരാൾ കുംസാരവേദിയിൽ
മുട്ടുകുത്തുമ്പോൾ തന്നെ അവിടുന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് തിരുരക്തത്തുള്ളികൾ ചൊരിയുന്നുണ്ട്. എന്നാൽ ആ തിരുരക്തത്തോട് പാപി മറ്റൊരു തൈലം കൂടി കലർത്തേണ്ടതുകൊണ്ട് അത് അയാളുടെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഉറവിയെടുക്കുന്ന യഥാർത്ഥ അനുതാപത്തിൻ്റെ ചുടു കണ്ണീർ തുള്ളികളാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ യഥാർത്ഥമായ അവസ്ഥകളെ കുറിച്ചാണ്. ഇതല്ലാതെ നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതൊന്നും ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധമില്ല. അതൊന്നും അനുതാപമല്ല, റിപ്പൻറ്റുമല്ല, ദുഃഖവുമല്ല, ഒന്നുമല്ല. ഒക്കെ കാട്ടിക്കൂട്ടുകൾ മാത്രം. ഫിലോക്കാലിയ എന്ന ആത്മീയ ഗ്രന്ഥത്തിൽ മഹാസന്യാസിയായ തിയോദോറസ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കാം നമുക്ക്. കണ്ണീരിന് വലിയ ശക്തിയുണ്ട്. കണ്ണീരിലൂടെ നമ്മുടെ പാപങ്ങൾ പരിഹാരവും ദൈവകാരുണ്യവും ലഭിക്കുന്നു. വിഷയാസക്തികളുടെ നമുക്ക് ലഭിച്ച മാലിന്യത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ഉന്നതത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ആഗ്രഹത്തെ തിരിച്ചുവിടുകയും ചെയ്യുന്നത് കണ്ണീര് തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ ക്ലിമോക്കസ് പറയാനുള്ളത് ഇങ്ങനെയാണ്: അഗ്നി വൈക്കോലിനെ ദഹിപ്പിക്കുന്നത് പോലെ കളങ്കമില്ലാത്ത കണ്ണുനീർ എല്ലാ തരത്തിലുള്ള തിന്മകളെയും ബാഹ്യമായും ആന്തരികമായും ദഹിപ്പിച്ച് കളയുന്നു. നിങ്ങൾ തിന്മയെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കരച്ചിലൂടെയാണ് നിങ്ങൾക്കതിനെ ഒഴിവാക്കാൻ കഴിയുന്നത്. നിങ്ങൾ നന്മ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കരച്ചിലൂടെയാണ് അത് നിങ്ങൾ നേടുന്നത്. മനുഷ്യൻ്റെ അധപതനം എന്നാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ. തനിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ കൃപ തിരിച്ചറിയാതെ പോയതല്ല സത്യത്തിൽ മനുഷ്യൻ്റെ അധപതനത്തിൻ്റെ യഥാർത്ഥ കാരണം. തെറ്റുപറ്റുക മനുഷ്യ സഹജമാണ്. എന്നാൽ അത് അംഗീകരിക്കാനും ക്ഷമ ചോദിക്കാനും അവന് കഴിയണം. തൻ്റെ തീരുമാനത്തോടും പ്രവൃത്തിയോടും ദൈവഗത പ്രകാരമല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പരനോടും അപരനോടും ക്ഷമിക്കണേ എന്ന് ഉള്ളുരുകി പറയാൻ സാധിക്കൂ എന്നതാണ് ഏറ്റവും പരമമായ പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും വന്ന് വിടുന്നത് അല്ലെങ്കിൽ വന്നു കൊണ്ടിരിക്കുന്നത്. ദാവീദ് തൻ്റെ തെറ്റുകളോർത്ത് കരഞ്ഞ് തൻ്റെ തലയണ മുഴുവൻ നനഞ്ഞു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. യാക്കോബ് ഏസാവിനെ ചേർത്ത് പിടിച്ച് മാപ്പിറന്ന് കരഞ്ഞു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. പൗലോസ് ലേഖനം നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ ലേഖനങ്ങൾ എഴുതി വിശുദ്ധ ജനത്തെ യേശുവിലേക്ക് നയിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. നിരന്തരം ഏറ്റു പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു. അതേറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കാനും ഉള്ളുരുകി കരയാനും ഒക്കെ തയ്യാറായത് കൊണ്ടാണ് ഇവരൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചേർന്ന മനുഷ്യരായി തീർന്നത്, അല്ലെങ്കിൽ വിശുദ്ധരായി തീർന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തവരായി തീർന്നത്. ഇവിടെ നമ്മൾ വായിച്ച ആദ്യത്തെ വചനം എന്താ? പത്രോസ്ലീഹ തെറ്റ് ചെയ്തിട്ടുണ്ട്. യൂദാസ് ചെയ്ത പോലെ തന്നെയാണ് പത്രോസ്ലീഹയും ചെയ്തത്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്താണ്? അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. പരിചാരികയുടെ വാക്കുകൾ കേട്ട് അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു, നിന്റെ സംസാര രീതി തന്നെ തെളിയിക്കുന്നു നീ അവൻ്റെ കൂടെയുള്ള ആളാണ്. കാരണം യേശുവിനോട് ആയിരിക്കുമ്പോൾ, യേശുവിൻ്റെതായി മാറുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് മറ്റൊരു സംസാര രീതി നമ്മളിൽ വന്നുപെടും. കോഴി കൂഴുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന വചനം, അത് അപ്പോൾ പത്രോസ് ഓർത്തു. പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ആ കരച്ചിലാണ് എന്തായി തീർന്നത്? പത്രോസ് ശിഷ്യഗണത്തിൻ്റെ നേതൃസ്ഥാനത്തിലേക്ക് ഉയർന്നതും ആദ്യത്തെ മാർപ്പാപ്പയായി മാറിയതൊക്കെ എല്ലാം ആ മനം നൊന്ത കരച്ചിലാണ്. കാരണം പശ്ചാത്താപം. ശിമയോന്റെ ഈ ചുടുകണ്ണ് നീര് അയാളുടെ സകല പിഴവുകളെയും ശുദ്ധി ചെയ്യാനായിട്ട് പര്യാപ്തമായിരുന്നു. അതെ, അനുതാപ കണ്ണുനീരിന് ആത്മാവിൻ്റെ വിലയുണ്ട്. ആത്മാവിൻ്റെ വില അമൂല്യമായാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും മൂല്യമേറിയ അവസ്ഥയും ആ കണ്ണീരിനെയാണ്. അതിനാണ് 56-ാം സങ്കീർത്തനത്തിൽ 8-ാം തിരുവചനത്തിൽ നിന്റെ കണ്ണുനീരുകളിൽ
കണ്ണുനീരുകൾ ഞാൻ കുപ്പികൾ ശേഖരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം പാപികളാണ്. പക്ഷേ തമ്പുരാന്റെ മുമ്പിൽ നമ്മളൊന്ന് റിപ്പന്റ് ചെയ്താൽ, മനനൊന്ന് കരഞ്ഞാൽ, ആ കണ്ണുനീര് ഏറ്റവും പ്രീഷ്യസായ ഒന്നാക്കി ദൈവം മാറ്റിയെടുക്കും. അതിന് തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ കണ്ണുനീരുകൾക്ക് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ണുനീരുകളെ കവച്ചു വെച്ച് പോവുക ദൈവത്തിന് അസാധ്യം. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞാൽ, കണ്ണീരിനോട് കരഞ്ഞാൽ ദൈവം അവിടെ നിൽക്കും. അവന് കടന്നു പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ കണ്ണുനീരിന് പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാം പാപികളാണ്. പല പല ദുർലഭ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ പല പല അവസ്ഥകളിൽ മനുഷ്യ സഹജമായി പാപം ചെയ്യാത്തവരായിട്ട് ആരും തന്നില്ല. പക്ഷേ റിപ്പന്റ് ചെയ്യുക എന്നുള്ളതാണ്, പശ്ചാത്താപം കൊടുക്കുകയാണ്, അനുദപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്കതിനായിട്ട് ഈ വചനം നമ്മളിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ നമ്മൾ ഇതിനായിട്ട് വിട്ടുകൊടുക്കുക കർത്താവിലേക്ക്. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ അനുദപിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കണ്ണുനീരുകളെ നിന്റെ മുമ്പിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പത്രോസ് അനുദപിച്ച പോലെ മനനൊന്ത് കരയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണമേ. കർത്താവെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്.